അപ്പോൾ ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെണ്ണൊരു ടെൻറ്റ് പോലത്തെ എന്തോ ഇരിക്കുന്നുണ്ട്. അത് ടെൻറ്റാണോ മറ്റെന്താണോ എന്ന് നമുക്കറിയത്തില്ല. അതിലിരുന്നിട്ട് തന്നെ അവൾ നീച്ചിട്ട് എന്താ പറയുക പല്ല് തേക്കുന്നു. പല്ല് തേച്ചിട്ട് ഇവളിന് ആരാണ് എന്താണ് എന്നും ഒന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ ഇവിടെ അവർ പല്ലെല്ലാം തേച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കും. പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എയർപോർട്ടാണ് കാണാൻ കഴിയുന്നത്. എയർപോർട്ടിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ വന്ന് ഇങ്ങനെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവളെ സ്നൈപ്പർ എടുത്ത് ഇങ്ങനെ എന്താ പറയുക ആ തുളയിലൂടെ ഇങ്ങനെ നോക്കും. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഇവിടെ ഇരിക്കുന്നത് ഒരു വലിയൊരു കാടിൻ്റെ നടുക്കിലാണെന്നുള്ള കാര്യം. ഇവിടെ അങ്ങനെ പെട്ടെന്ന് ആരൊന്നും കാണത്തൊന്നുമില്ല. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കും ആ പ്രൈവറ്റ് ജെറ്റിൽ നിന്ന് വന്നില്ല വിമാനത്തിൽ നിന്ന് അതിന് വന്ന ഒരാളെ ഇവിടെ ഇങ്ങനെ സ്നൈപ്പ് ചെയ്തിട്ട് എയിം ചെയ്തിട്ട് അപ്പം തന്നെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ പെണ്ണ് ആരാന്ന് നോക്കുമ്പോൾ മറ്റാരുമല്ല ഈ കഥയിലെ ഹീറോയിനാണ്. ഡ്രാസ എന്നാണ് പേര്. ഇവിടെ ഒരു വാടക കൊലയാളിയാണ്. അതുപോലെ തന്നെ ഡ്രാസ ഒരു ലിത്വാനിയക്കാരിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് യൂറോപ്പിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവളൊരു മോശക്കാരിയൊന്നുമല്ല. അതിനുശേഷം നമ്മളെ ഹീറോയിൻ അവൾ ആ വെടിവെച്ച ആ ഷെല്ല് എടുത്തിട്ട് അവൾ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ലെവിനെ കാണിക്കുന്നുണ്ട്. ഇവന് നമ്മുടെ ഡ്രാസയുടെ പോലെ തന്നെ ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. ഇവനും നമ്മളെ എന്താ പറയുക ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. എന്നിരുന്നാലും അവന് ഈ ജോലിയൊന്നും വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെ ലെവി ആണെങ്കിൽ അങ്ങനെ കുടുംബമോ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതും ജീവിച്ചിരുന്നതും. അതുമാത്രമല്ല ലെവിനേക്ക് സർവീസ് ഇല്ലാണ്ടായിട്ട് 4 വർഷമായി. 4 വർഷമായിട്ട് അവൻ എന്താ പറയുക സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്ന പോലത്തെ ഉള്ള ഒരു ജീവിതമാണ് അവൻ ജീവിച്ചു പോകുന്നത്. അങ്ങനെ അവൻ അതെല്ലാം ആലോചിച്ച് ഇങ്ങനെ ആ കടൽക്കരയിൽ തന്നെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് നിന്നെ പിക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരു കാർ വരും, ഇന്ന ടൈമിൽ ഇത്ര ഈ സ്ഥലത്തോട്ട് വരണം എന്ന് പറയുമ്പോൾ അവനും അതുപോലെ തന്നെ ആ കാറിൽ കയറി പോകുന്നുണ്ട്. എന്നിട്ട് ലെവി അവിടെ എത്തിയിട്ട് എന്താ പറയുക അവിടെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥയായിട്ടുള്ളൊരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ചോദിക്കും, ആ നീയാണല്ലേ ലെവി, നിൻ്റെ അച്ഛനും മുത്തച്ഛനൊക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിഷൻസ് ചെയ്തിട്ടുണ്ട്. നിന്നെ ഞങ്ങൾ 4 വർഷമായി തരുന്നു, നീ എവിടെയായിരുന്നു, എന്നൊരു കാരണം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് വേറെ പണിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എന്താ പറയുക 4 കൊല്ലം സാധാരണ ജീവിതമായിട്ട് ജീവിച്ചു പോകുന്നു എന്ന് പറയും. അപ്പോൾ ഈ സ്ത്രീ പറയും എന്താ പറയുക നിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അപ്പോൾ ഇവൻ പറയും എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് പറയും. അപ്പോൾ ഇവളാണ് പറയും ഇവണ് പറയും ഞങ്ങൾ നിനക്കൊരു മിഷൻ തരാൻ പോവാണ്. അതായത് 1 കൊല്ലം ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് കൂടി നീ കാവൽ നിന്നാൽ മതി. അതുമാത്രമല്ല നീ ഇപ്പോൾ കൊല്ലുന്നത് വാങ്ങുന്നതിൻ്റെ ഇരട്ടി റേറ്റ് ഞാൻ തരും എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലെവി സമ്മതിക്കുകയാണ്. കാരണം ആ ഒരു പണം ഒരിക്കലും അവന് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ സമ്മതിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഡ്രാസേനെ കാണിക്കുകയാണ് ഹീറോയിനെ. അപ്പോൾ ഹീറോയിൻ ഇപ്പോൾ എന്താ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിക്കുകയാണ്. ഇപ്പോഴും ഒരാളെ കൊന്നിട്ടാണ് അവൾ വരുന്നത്. അങ്ങനെ വന്നിട്ട് ആ കല്ലറയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവളുടെ അച്ഛൻ ചോദിക്കും ഞാൻ ഷെല്ല് തരാൻ പറയും. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഷെല്ലില്ല പറക്കി കൊടുക്കുന്ന ഷെല്ല് അത് അവളുടെ അച്ഛന് കൊടുക്കും. അവളുടെ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ കുറേ ഷെല്ലുണ്ട്. അതിനർത്ഥം ഇവൾ കുറേ പേരെ കൊന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവളുടെ അച്ഛൻ പറയും നീ ഇത്ര പേരെ കൊന്നിട്ടുണ്ട്, ഈ പാവമെല്ലാം ഞാൻ ഏറ്റുവാങ്ങാം, എന്നിട്ട് ഞാൻ നരകത്തിലോട്ട് പൊക്കോളാം, നീ സ്വർഗ്ഗത്തിലോട്ട് പൊക്കോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡ്രാസ പറയും അച്ഛാ ഞാൻ പറഞ്ഞ ഡോക്ടർ പോയി കണ്ടിരുന്നു ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും അതെ കണ്ടിരുന്നു, പക്ഷേ ഒരു ഡോക്ടറും പറഞ്ഞത് ഒരു രക്ഷയില്ല എന്നാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ ഡ്രാസയുടെ അച്ഛന് എന്താ പറയുക ക്യാൻസറാണ്. അതിനുശേഷം ഡ്രാസ ചോദിക്കുന്നുണ്ട് അച്ഛൻ എൻ്റെ ഒപ്പം വന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഇല്ല മോളെ ഞാൻ വരത്തില്ല, എനിക്ക് നിൻ്റെ അമ്മയുടെ ഒപ്പം തന്നെ ഇവിടെ തന്നെ മരിക്കണമെന്ന ആഗ്രഹം, ഇവിടെ തന്നെ എന്നെ അടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. അപ്പോൾ ഡ്രാസയാണെങ്കിൽ പറയും അച്ഛൻ എനിക്കൊരു മിഷൻ വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്ന് പറയും. അപ്പോൾ ഇയാളും പറയും ഓക്കെ മോളെ അത് നല്ലതല്ലേ, നീ പോയി ചെയ്തിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വിടുന്നുണ്ട്, ഈ പെണ്ണിനെ വിടുന്നുണ്ട് ഇയാൾ. അതിനുശേഷം നമ്മുടെ ഹീറോ ലെവീനെ കാണിക്കുന്നുണ്ട്. ലെവീനെ ആ ഡീലിന് ശേഷം എന്താ പറയുക മയക്കി കെടുത്തിയിട്ട് ഒരു എയറോപ്ലെയിനിന് കൊണ്ടുപോവാണ്. അതിനുശേഷം അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇത് ഏതാ രാജ്യം എന്ന് പോലും അവൻ അറിയത്തില്ല. അങ്ങനെ ലെവി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ലേഡി ഓഫീസർ വന്നിട്ട് അവനോട് പറയും നീ ഇന്ന ടൈമിൽ ഇവിടുന്ന് ചാടിയിട്ട് നീ ഒരു 36 മൈൽ നീ നടക്കണം, നടന്നു കഴിയുമ്പോഴേക്കും നീ ഒരാളെ കാണും, അയാൾ നിനക്ക് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും, നീ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന് ഗവൺമെൻറ് അവൻ ചതിക്കില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അവനും അതെടുത്തിട്ട് അതേപോലെ തന്നെ ആ ടൈം ആകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് ചാടും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ പോലെ അവൻ പാരഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല സേഫായിട്ട് തന്നെ അവൻ എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ചെയ്തതിന് ശേഷം അവർ 36 കിലോമീറ്റർ അല്ലേ പറഞ്ഞത്, അപ്പോൾ ഒരു വലിയ യാത്ര ആയിരിക്കും. അപ്പോൾ അവൻ അങ്ങനെ നടക്കുന്നുണ്ട്. അതൊരു വലിയൊരു യാത്ര തന്നെയാണ്. അതായത് കാടും മഴയും ഒക്കെ കൂടി കയറിയിട്ടാണ് അവൻ അവിടെ എത്തുന്നുണ്ട്. ആ പറയുന്ന ലൊക്കേഷനിൽ അവൻ അവിടെ എത്തുന്നുണ്ട്. എത്തുമ്പോൾ തന്നെ അവൻ്റെ ബാക്കിൽ ഏതോ ഒരു സോൾജർ വന്നിട്ട് ഹേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ തിരിയുമ്പോൾ നീയാണല്ലേ ലെവി, എൻ്റെ പേര് സൈമൺ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇയാൾ വന്നിട്ട് എന്താ പറയുക ഇതിനെ കൊണ്ട് ഇതാക്കുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സൈമൺ ആണെങ്കിൽ ഇവിടെ കഴിഞ്ഞ 1 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ചോദിക്കും അല്ല എൻ്റെ പണി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും നീ ഒന്നുമില്ല, നമ്മളെ പറയുന്ന ടവർ ഉണ്ട്, അവിടെ ഒരു ടവർ ഉണ്ട്, ആ ടവറിൻ്റെ മേലെ നിന്നിട്ട് ഈ പറഞ്ഞ ഇത്രയും സമയം നീ ഇത്രയും സ്ഥലം നീ സംരക്ഷിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു കുറവുണ്ടായിരിക്കത്തില്ല, ഇവിടെ മറ്റാരുമില്ല, എന്നാൽ നിങ്ങൾക്കൊരു കുറവുണ്ടായിരിക്കില്ല, ഫുഡിന് ഫുഡ്, വെള്ളത്തിന് വെള്ളം എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ
ഇവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയുടെ അവിടെ കുറച്ച് ബോംബുകളുണ്ട്, ആ ബോംബുകളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കണമെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യണം, ഇതാണ് നിൻ്റെ പണി എന്ന് പറയും. അതുപോലെ തന്നെ ആ വെസ്റ്റ് ഏരിയയിൽ കാണുന്ന എന്താ പറയുക കുറച്ച് സാറ്റലൈറ്റ്സ് ഉണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ടവർ ഉണ്ട്, അവിടെ നമ്മളെ പോലെ തന്നെ ഒരാളുണ്ട്, ഇതുപോലെ തന്നെ ഒരു കൊല്ലം കൂടുമ്പോൾ വരുന്ന ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ ജോലി എന്തായാലും കഴിഞ്ഞു, ഞാൻ ഇനി പോവാണ്, ഇനി നീയാണ് ഇവിടെ എൻ്റെ പകരം നിൽക്കേണ്ടതെന്ന് പറയും. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ നിനക്ക് ഇവിടുന്ന് റേഡിയോയിൽ എന്താ പറയുക ഒഫീഷ്യൽസായിട്ട് സംസാരിക്കാം, അതായത് ഇവിടുത്തെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ നിനക്ക് ഇവിടെ ഫോണോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആകെയുള്ള യൂസ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ആ റേഡിയോയാണ്, ഒഫീഷ്യൽസിന് ആയിട്ട് സംസാരിക്കാനുള്ള ആ റേഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഈ സൈമൺ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എതിർവശത്തുള്ള ആ ടവറിലുള്ള ആളും റഷ്യയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ സൈമൺ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് എതിർവശത്തുള്ള ആൾക്ക് നിൻ്റെ ഒരു ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കരുത്, നിൻ്റെ പേരോ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഇവനാണെങ്കിൽ ചോദിക്കും, നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഈ ടവറുകൾ എന്തിനാ വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പറയും, അതെല്ലാം ജസ്റ്റ് ഈ കുഴിക്ക് ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്, അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ എന്താ പറയുക ഇങ്ങോട്ട് എന്താ പറയുക 2000-ലധികം പട്ടാളക്കാരെ കൂടുന്നുണ്ടായിരുന്നു, അവർ ഈ കുഴിയുടെ അകത്തോട്ട് കൊണ്ടുപോയി, പിന്നീട് അവരാരും തിരിച്ചു വന്നിട്ടില്ല, പുറത്തോട്ട് വന്നിട്ടില്ല, ഈ കുഴിയുടെ ഉള്ളിൽ എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് പറയും. നമ്മുടെ ലെവി നമ്മുടെ സൈമണോട് ചോദിക്കും, അല്ല ഈ കുഴിക്കകത്ത് എന്താ ചോദിക്കും. അപ്പോൾ ഇവൻ ചോദിക്കും, നമ്മുടെ ഈ സൈമൺ അവൻ്റെ കയ്യിലുള്ള ഒരു ബോംബ് എടുത്തിട്ട് ആ കുഴിയിലോട്ട് അങ്ങ് ഇടും. അങ്ങനെ ഇടുമ്പോൾ എന്താ പറയുക ആകെ എന്തോ മൃഗങ്ങളൊക്കെ ഒച്ച വയ്ക്കുന്ന കുറച്ചകൾ കേൾക്കും. കേൾക്കുമ്പോൾ നമ്മുടെ ലെവി ചോദിക്കും, അല്ല ഇതെന്താണ് ചോദിക്കും. അപ്പോൾ സൈമൺ പറയും, അതന്നെ എനിക്കും അറിയാത്തത്, എന്താണെന്ന് അറിയത്തില്ല, ഇതിന് മുമ്പ് എൻ്റെ മുമ്പുണ്ടായിരുന്ന ആ കാവൽക്കാരുണ്ടല്ലോ അവനെ ഇതിന് പേരിട്ടത് ഹോളോമ എന്നാണ്. നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളോമ എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, ഇവർ മേലോട്ട് വരാണ്ട് സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് സൈമൺ നമ്മുടെ ലെവിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സൈമൺ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഹീറോയുടെ എന്താ പറയുക എക്യുപ്മെൻറ്റ്സും ഗണ്ണും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സൈമൺ പോകാൻ നിൽക്കുകയാണ്. സൈമൺ പോകാനായിട്ട് എന്താ പറയുക ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവനൊരു മലയുടെ മേലെ കയറി നിന്നിട്ട് ഒരു ഫ്ലെയർ ഗൺ വെച്ച് മേലോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു ഹെലികോപ്റ്ററും വരുന്നുണ്ട്. ആ ഹെലികോപ്റ്റർ വന്നിട്ട് നമ്മുടെ സൈമൺ ഒരു കയറിട്ട് കൊടുക്കും. അവൻ അതനുസരിച്ച് അതിന്മേൽ കയറിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ പകുതിയായിട്ട് നിർത്തിയിട്ട് ആ എന്താ പറയുക അതിൻ്റെ ഉള്ളിരിക്കുന്ന ആൾ ചോദിക്കും, സാർ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് ഭാഷ പറയാൻ കഴിയുമോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മേലോട്ട് കയറ്റാൻ കഴിയുള്ളൂ പറയും. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു കോഡ് ഭാഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഒരു ഗംഭീര ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേലിരിക്കുന്ന ആൾ ഇവനെ ഗണ്ണ് വെച്ചിട്ട് അടിച്ചിടും. ഓക്കെ, അതായത് ഇവിടെയാണ് നമുക്ക് ഒരു ട്വിസ്റ്റ് ഉള്ളത്. അതായത് നമ്മുടെ ഹീറോ അല്ലേ ഒരു കൊല്ലത്തിന് ശേഷം ഒരു കൊല്ലം ഇവിടെ കാവലിക്കാൻ വന്നത്, അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഹീറോയ്ക്കും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. കാരണം അത്രയ്ക്കും സീക്രട്ട് ആയിട്ടുള്ള എന്തുവാണ് ഗവൺമെൻറ് ഇവിടെ ചെയ്യുന്നത്, അത് പുറം ലോകം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെ കൊല്ലുന്നത്. അങ്ങനെ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ ഹീറോ എന്താ പറയുക എന്ന് രാവിലെ എണീച്ച് അവൻ്റെ ജോലിയായിട്ടുള്ള എന്താ പറയുക ഗണ്ണുകളെല്ലാം ചെക്ക് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ആ വെസ്റ്റിൽ പോയിട്ടുള്ള ആ സാറ്റലൈറ്റുകളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ അല്ലേ എന്നുള്ളത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം അവൻ എന്താ പറയുക ഇതെല്ലാം റേഡിയോയിൽ കൂടെ റിപ്പോർട്ട് അയക്കുന്നുണ്ട്, അതായത് ഒഫീഷ്യൽസിന് റിപ്പോർട്ട് അയക്കുന്നുണ്ട്. പിന്നീട് ലെവി ഈ റേഡിയോയിലൂടെ അങ്ങോട്ട് എന്തോ ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും, സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നിട്ട് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും അവർ ആ കോൾ കട്ട് ചെയ്യുന്നു. ഇനി അടുത്ത മാസം ഒരു മാസത്തിന് ശേഷം മാത്രമേ ഇവന് അടുത്ത കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു ദേശത്തിൽ ഹീറോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കബോർഡിൽ കുറേ ബുക്സ് ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി നേരം പോകണമെന്ന് വെച്ചിട്ട് അവൻ ബുക്സ് എടുത്ത് വായിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ എഴുത്തുകളുണ്ട്. ആ എഴുത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ അവൻ അതെല്ലാം നോക്കി നിൽക്കുമ്പോൾ അതിലൊരു എഴുത്ത് കാണുന്നുണ്ട്, അതായത് ഡേവിഡ് എന്ന് പറഞ്ഞിട്ടൊരു ആൾ എഴുതി കാണുന്നുണ്ട്. അതായത് നിനക്കൊരു ആപത്ത് സമയം വരുമ്പോൾ നിൻ്റെ എല്ലാ ശക്തിയും എല്ലാം ഉപയോഗിച്ച് നീ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോ എങ്ങോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തത്, നമ്മുടെ മുന്നുണ്ടായിരുന്ന സൈമൺ സെറ്റ് ചെയ്ത് വെച്ചതാണ് ആ ഗാർഡൻ. അപ്പോൾ അതിലിങ്ങനെ നല്ലൊരു തക്കാളിയെല്ലാം നോക്കിയിട്ട് അവൻ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തക്കാളിയെല്ലാം നോക്കി പൊട്ടിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു ഇതുണ്ട്, നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ ഒരു ടവറില്ലേ, അപ്പോൾ ആ ടവറിൻ്റെ മേലെയും ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുന്ന് എന്തോ ഒരു മരം മുറിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, മരം മുറിക്കുന്ന മെഷീൻ്റെ ശബ്ദം. അപ്പോൾ അവൻ അവൻ്റെ ഉള്ള ഒരു ബൈനോക്കിൾ പോലത്തെ ഒരു സംഭവത്തിലൂടെ നോക്കുമ്പോൾ മറ്റാരുമല്ല അത് നമ്മുടെ ഹീറോയിനാണ്, നമ്മുടെ ഡ്രാസ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവനങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാവരും നമ്മുടെ ഹീറോനെ കൊടുന്ന പോലെ തന്നെയാണ് ഇവളേനും കൊണ്ടിട്ടുള്ളത്. ഇവർക്ക് രണ്ടാൾക്കും അറിയത്തില്ല ഒരു കൊല്ലത്തിന് ശേഷം ഇവർ രണ്ടാൾ കൊല്ലാൻ പോകുന്നുള്ള കാര്യം. അപ്പോൾ ഇവൾക്കാണെങ്കിലും എന്താ പറയുക അത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്, ഇവൻ നോക്കുന്നുണ്ട്, അവൻ ഓപ്പോസിറ്റുള്ള ആൾ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നീട് രാത്രി നമ്മുടെ ഹീറോ ഇങ്ങനെ മിന്നലൊക്കെ അടിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അവൻ ഞെട്ടി എണീക്കുന്നുണ്ട്, ശത്രുക്കൾ വന്നതായിരിക്കും വിചാരിച്ചിട്ട്. അവൻ്റെ ഗണ്ണെല്ലാം എടുത്ത് പോയി നോക്കുമ്പോൾ ഒന്നുമില്ല, അവന് തോന്നിയതാണ്. പക്ഷേ ആ ഞെട്ടി എണീക്കനിൽ ഒരു ഗ്ലാസ് നിലത്തോട്ട് കൊണ്ട് അത് പൊട്ടിയിട്ട് അത് അവൻ്റെ കാലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവനങ്ങനെ എന്താ പറയുക
എടുത്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു കാലുമ്മേ കയറി ഗ്ലാസ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഓപ്പോസിറ്റുള്ള ആ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഓപ്പോസിറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇങ്ങോട്ട് തന്നെ നോക്കിയിട്ടിരിക്കുകയാണ്. അതായത് ഒരു മെഴുകുതിരെല്ലാം കത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൾ ആ മെഴുകുതിരെല്ലാം മൂതിക്ക് എടുത്തിട്ട് അവൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം തന്നെ കഴിഞ്ഞ് പോകുന്നു. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ ബർത്ത്ഡേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ആഘോഷിക്കാനായിട്ട് വേറെ ആരുള്ള, അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ഊതിക്കെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ബോറടിച്ചപ്പോൾ അവൾ പെട്ടെന്ന് എന്താ പറയുക ബൈനോക്കുലർ എടുത്തിട്ട് ഓപ്പോസിറ്റ് ആളെ നോക്കി. അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോ ഒരു ഡയറി എടുത്തിട്ട് ഇങ്ങനെ എഴുതുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഒരു ഫ്ലെയർ ഗൺ എടുത്തിട്ട് മേലോട്ട് വിടും. അപ്പോൾ നമ്മുടെ ഹീറോയും എന്താ നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ബൈനോക്കുലർ എടുത്ത് നോക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഒരു പേപ്പറിൽ നിൻ്റെ പേരെന്താണ് എന്നിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനകത്തോട്ട് പോയിട്ട് അവൻ്റെ കയ്യിലൊരു ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പുറത്തുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വേറെ ആർക്കും ഓപ്പോസിറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവിടെ റൂൾ എന്ന് പറയും. അപ്പോൾ ഇവളും എന്താ പറയുക ഇതൊക്കെ വലിയ കാര്യമാണെന്ന രീതിയിൽ അവളുടെ പേര് ആ ബോർഡിൽ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും എന്താ പറയുക ആ പേപ്പറിൽ അവൻ്റെ പേര് എഴുതിയിട്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവൾക്കൊരു ബർത്ത്ഡേ വിഷ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കപ്പെല്ലാം പിടിച്ചിട്ട് അവൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു സോങ് എല്ലാം വെച്ചിട്ട് അവളിങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്. അതിനുശേഷം അവളൊരു പേപ്പറിൽ ഇത് കാണിക്കും, നീയും എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ അയ്യോ അത് മാത്രം എന്നോട് പറയരുതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അപ്പോൾ നിൻ്റെ കഴിവ് എന്താണെന്ന് ഇങ്ങനെ എഴുതി കാണിച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എനിക്ക് ഇത്ര ദൂരമുള്ള ആളെ വരെ എനിക്ക് അടിച്ചിടാൻ പറ്റും, ഞാനൊരു ഷാർപ്പ് ഷൂട്ടറാണെന്നൊക്കെയല്ല അവനൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും, അല്ല നിൻ്റെ റേഞ്ച് എത്രയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും 3426 മീറ്റർ എന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ ഷോക്ക് ആവണം. കാരണം ഹീറോയിൻ ആകെ 2000 സംതിങ് മീറ്റർ റേഞ്ചേ ഉള്ളൂ, അടിച്ചിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹീറോയിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയും, നീ ഈ വൈൻ ബോട്ടിൽ അടിച്ചു പൊട്ടിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഗണ്ണെല്ലാം എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഹീറോ കുടിക്കാൻ വെച്ചൊരു ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ അവൾ അടിച്ചിടും. ഓക്കെ, അപ്പോൾ അടിച്ചിടുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കും നല്ല ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഹീറോയും ഗണ്ണ് എടുത്ത് വന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ വൈൻ ബോട്ടിലും അവനും അടിച്ച് പൊട്ടിച്ചിടും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് പോയിട്ട് അവളെന്ത് ചെയ്യും, ആ ഒരു വൈൻ ബോട്ടിൽ എടുത്തിട്ട് അവളെ തലയിൽ നിന്ന് വെച്ചിട്ട് ഇനി ഇത് അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. നമ്മുടെ ഹീറോയിനെ കുറച്ച് നേരം ഇങ്ങനെ സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അത് അടിച്ച് പൊട്ടിച്ചിടുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ ആ ടവറിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ പറയും, നിൻ്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന് കാണിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിലും എന്താ പറയുക ഗണ്ണെല്ലാം എടുത്തിട്ട് അടിയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വേരെല്ലാം പറ്റി പിടിച്ചപ്പോൾ നമ്മുടെ സോംബി ഇല്ലേ, അങ്ങനത്തെ സോംബി പോലെ കുറേ മനുഷ്യന്മാരിങ്ങനെ കയറി വരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിനും എന്താണ് അവളുടെ ഉള്ള ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഹീറോയുടെ അടിയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക ഒരുപാടെണ്ണം കയറി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യം കണ്ട സൈമണില്ലേ, അവൻ പറഞ്ഞില്ലേ ഹേലോം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ആ സംഭവം. അപ്പോൾ ഇതിന് അവനെ കുറേ അടിച്ചിടാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറേ എണ്ണം അടിച്ചിടാൻ നോക്കുന്നുണ്ട്. പിന്നെ കുറേ ബോംബുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുമുന്നോട്ടൊക്കെ അടിക്കുമ്പോൾ അതും പൊട്ടിത്തെറിച്ചിട്ടും ഒരുപാടെണ്ണം താഴോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കൂടെ കുറേ എണ്ണം വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും അവളുടെ മിഷൻ ഗണ്ണുണ്ടല്ലോ, ആ മിഷൻ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഹീറോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളും ഈ സാധനങ്ങളെയൊക്കെ ഇങ്ങനെ അടിച്ചിടുന്നുണ്ട്. അതുമാത്രമല്ല ഇവരുടെയൊക്കെ എന്താ പറയുക കയറി വരുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു സെൻസർ പിടിപ്പിച്ചിട്ടുള്ള മെഷീൻ ഗൺസ് മേടിച്ചിട്ടുണ്ട്. അതായത് ഈ സാധനങ്ങൾ കയറി വരുമ്പോൾ ഈ സെൻസറിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഈ മെഷീൻ ഗൺസ് അടിച്ചിടും. അപ്പോൾ അങ്ങനെയും കുറേ എണ്ണം ചാവുന്നുണ്ട്. എല്ലാത്തിനും ഒരു വലിയൊരു അടിച്ചിടലിന് ശേഷം നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തോട്ടും ഈ ഗ്യാപ്പിൽ എന്താ പറയുക കുറേ എണ്ണം ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതായത് കുറേ സോംബീസ് അവളുടെ ആ ടവറിലോട്ടും കയറി വരുന്നുണ്ട്. അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള പിസ്റ്റണൊക്കെ വെച്ചിട്ട് ഇതിനെ കുറേത്തിന് അടിച്ചിടാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എങ്ങനെയൊക്കെ അടിച്ചിടുന്നിട്ട് എന്താ പറയുക നോക്കുമ്പോൾ കുറേ എണ്ണം കയറി വരുന്നുണ്ട്. അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഗണ്ണെല്ലാം വെച്ച് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടുന്നും അവൻ്റെ ഗണ്ണും വെച്ചിട്ട് അതിനെല്ലാം ഷൂട്ട് ചെയ്ത് എടുത്തിടുന്നുണ്ട്. പിന്നീട് ഈ എന്താ പറയുക ഈ ഒരു സ്നൈപ്പർ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളൊരു ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മേത്തോട്ട് ഒരു മെറ്റലിൻ്റെ സാധനം വന്നിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ അവളതൊന്നും കാര്യമാക്കുന്നില്ല. അവളുടെ ഷോൾഡറോട്ടാണ് വന്ന് അടിക്കുന്നത്. എന്നാലും അവളതൊന്നും കാര്യമാക്കാണ്ട് വീണ്ടും അവളുടെ ഫൈറ്റിങ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ആ സെൻസർ വെച്ച ആ ഇതില്ലേ എന്താ പറയുക മെഷീൻ ഗണ്ണ് അതെല്ലാം പ്രവർത്തിച്ചിട്ട് അവിടെ വലിയൊരു എന്താ പറയുക ഒരു വാറ് പോലെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ തന്നെ ഹീറോ അവിടുന്ന് ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഗംഭീര ഒന്നൊന്നര സീൻ തന്നെയാണ് ഈ സീൻ എന്ന് പറയുന്നത്. ഒറിജിനൽ മൂവിയിൽ കാണുമ്പോൾ ഒരു കിടിലൻ സീൻ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ ടവറിലോട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നിങ്ങനെ സ്കോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ ഹീറോയിനാണെങ്കിൽ ഇവിടെ എൻ്റെ
ലൈഫിൽ തന്നെ ഒരു ബെസ്റ്റ് ബർത്ത്ഡേ ആണെന്നെല്ലാം ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് അത് കണ്ടിട്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആ ബോംബെല്ലാം പൊട്ടിയല്ലോ, അപ്പോൾ അതെല്ലാം റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ ഇങ്ങനെ താത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഗണ്ണും വെച്ചിട്ട് ഇങ്ങനെ ഇവനെ സ്കോപ്പ് ചെയ്തോടെ എന്താണ് ഇവൻ ചെയ്യുന്നതെന്നെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അടിയിൽ നിന്ന് എന്തോ ഒരു ഡ്രോൺ പോലത്തെ സാധനം ഇങ്ങനെ മേലോട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതിനെ അടിച്ചിടാൻ വേണ്ടി സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇവന്മാർ വേണ്ട പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് തിരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ആ സീനെല്ലാം അവിടെ കട്ടായി കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ ഡിസംബർ ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ വിഷമിച്ച് പേടിച്ചിട്ട് ഇങ്ങനെ ആളുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കുറേ ലൈറ്റുകളെല്ലാം വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് നല്ല സന്തോഷമാവുന്നുണ്ട്. ഹീറോയിൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന സ്നോ എല്ലാം എടുത്തിട്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കിയിട്ട് അവളും അത് നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ വിഷ് എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം എന്താ പറയുക, ഇവരെല്ലാവരും കൊണ്ട് ആ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ആ സാറ്റലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ അതെല്ലാം അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതായത് അവരത്രത്തോളം ഒരു അടുത്തിട്ടുണ്ട്. അതായത് നല്ല രീതിയിലൊരു ബോണ്ട്, നല്ലൊരു ഇഷ്ടം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പോകാമെന്നും ഒന്നും അറിയത്തില്ല. അങ്ങനെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരി 14 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്, നല്ല വിഷമത്തോടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ എഴുതി കാണിക്കും, ഇന്നാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാലും ഹീറോയിൻ്റെ അടുത്തോട്ട് പോകണം എന്നാണ് അവൻ്റെ ചിന്ത. അപ്പോൾ അതൊക്കെ ഓർത്ത് അവൻ പിറ്റേ ദിവസം മുതൽ എന്താ പറയുക, കുറേ കയറുകളെല്ലാം അവിടെയുള്ള എല്ലാം കേബിളുകളും കയറെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റോക്കറ്റ് ലോഞ്ചർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലത്തെ മരുന്നെല്ലാം കളഞ്ഞിട്ട് അവൻ ആ കയറെല്ലാം അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ്റെ എല്ലാ ഗണ്ണും വെച്ചിട്ട് നമ്മളെ ഹീറോയിൻ്റെ ആ ടവറിൻ്റെ അടുത്തോട്ട് വിടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് അതിൻ്റെ തീയെല്ലാം അണച്ചിട്ട് അവളും ഇതുപോലെ തന്നെ ആ സംഭവം എടുത്തിട്ട് അവിടെയുള്ള ഒരു മരത്തിൽ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഷേവ് എല്ലാം ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവൻ എന്താ പറയുക, അവളെ കാണാൻ പോവാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ എന്താണ് എനിക്ക് വേണ്ടി ഡിന്നറിന് ഒരുക്കിയിട്ടുള്ളതെന്നെല്ലാം ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ കുറച്ച് പൂവെല്ലാം പൊട്ടിച്ച് ഇങ്ങനെ ആ കേബിളിലൂടെ പോകാൻ വേണ്ടിയിട്ട് അവൻ എന്താ പറയുക സെറ്റായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ പകുതി ആകുമ്പോൾ തന്നെ ആ കേബിൾ താന്നിട്ട് അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ്റെ കൈ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഉന്തിയിട്ട് അവൻ ആ ഹീറോയുടെ അടുത്തോട്ട് പോവുകയാണ്. മാസങ്ങൾക്ക് ശേഷം ഇവർ അവൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. അങ്ങനെ കണ്ടുമുട്ടിയിട്ട് ഇങ്ങനെ എന്തെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ കൊടുന്ന ആ പൂവെല്ലാം നമ്മളെ ഹീറോയ്ക്ക് എടുക്കുമ്പോൾ ഹീറോയിൻ പറയും, അല്ല നിന്നെ നല്ല സ്മെല്ലുണ്ട്, നീ പോയി കുളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്ത് ബാത്റൂമുണ്ട്, അവിടെ പോയി കുളിക്കാൻ പറയും. അപ്പോൾ ഇവനെല്ലാം കുളിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ടവറിലോട്ട് പോയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നിൻ്റെ ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കാനെന്നെല്ലാം പറയും. പിന്നീട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നില്ല, നീ എങ്ങനെ അസാസിനായത്, നീ എങ്ങനെ ഈ ജോലി തിരഞ്ഞെടുത്തില്ല ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, എൻ്റെ അച്ഛൻ ഹണ്ടറാണ്, നല്ലൊരു ഹണ്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നെല്ലാം പറയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെ എന്താ പറയുക, നല്ല രീതിയിൽ റൊമാൻറ്റിക്കായിട്ട് എന്താ പറയുക, ഇങ്ങനെ പാട്ടെല്ലാം വെച്ച് ഇങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഇവർ തമ്മിൽ ഓൾറെഡി നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണല്ലോ, പിന്നീട് ഇവർ കണ്ടുമുട്ടും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നല്ല രീതിയിൽ റൊമാൻറ്റിക്കായി ഒരു കിസ്സെല്ലാം കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോ വരും, എനിക്കിപ്പോൾ ഇവിടുത്തെ ഹാലോമേൻ ഇതൊന്നുമല്ല പ്രാധാന്യം, എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് രണ്ടാളും ഇവിടുന്ന് പോകും, അതിനുശേഷം നമുക്ക് യൂറോപ്പിൽ വെച്ച് കണ്ടുമുട്ടണം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് നല്ലൊരു സന്തോഷമായ ജീവിതം ജീവിക്കണം എന്നെല്ലാം പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോയും പറയും, ഓ നിനക്ക് എന്നെ അത്രത്തോളം ഇഷ്ടമാണോ എന്നെല്ലാം ചോദിക്കും. അങ്ങനെ ആ രാത്രി അവിടുന്ന് കടന്നു പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം മറ്റേ റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, അത് ഇന്നാണ്, നമ്മുടെ മാസാമാസം റിപ്പോർട്ട് എടുക്കില്ലേ, ആ ദിവസം ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് എന്തായാലും അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹീറോ ആ റോപ്പിലൂടെ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു സംഭവം സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള അവൻ്റെ ടവറിൻ്റെ അവിടെ കൂടെ ആ സോംബി ഉണ്ടല്ലോ, ഹാലോമേൻ, അത് കയറി വന്നതിന് ശേഷം ആ സെൻസർ വെച്ച ബോംബുണ്ടല്ലോ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിൻ്റെ തീയിൽ ഇവൻ്റെ ഈ കയറുണ്ടല്ലോ ഇത് പൊട്ടും. ഇത് പൊട്ടിയിട്ട് ഇവൻ താഴോട്ട് വീഴും. ഇവൻ്റെ ബാഗിലാണെങ്കിൽ പാരച്യൂട്ട് ഉള്ളത് കൊണ്ട് ഇവൻ ആ പാരച്യൂട്ട് നിവർത്തിയിട്ട് അതിൻ്റെ അടിയിലോട്ട് പോകും. അപ്പോൾ ഇത് കണ്ടത് ഹീറോയിനാകെ ടെൻഷൻ ഉണ്ട്. ഹീറോയിൻ അവളുടെ കയ്യിലുള്ള ഗണ്ണും അതുപോലെ തന്നെ കുറച്ച് എക്യുപ്മെൻറ്റ്സും ഒക്കെ എടുത്തിട്ട് അവൻ ബാഗിലിട്ടിട്ട് അവളും എടുത്തൊരൊറ്റ ചാട്ടം ചാടും. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ ഹീറോയിന് അത്രത്തോളം ഇഷ്ടമാണ് നമ്മുടെ ഹീറോനെ. അങ്ങനെ ഇവളിങ്ങനെ അവളുടെ കയ്യിലുള്ള പാരച്യൂട്ടെല്ലാം നിവൃത്തി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കാണിക്കുമ്പോഴാണ് അടിയിൽ വലിയൊരു റിവറാണ്, അതായത് വലിയൊരു എന്താ പറയുക ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അതിലോട്ട് അവൾ വീഴുമ്പോൾ അവളുടെ മേത്ത് കയറെല്ലാം ചുറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് നീന്താനൊന്നും കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെ കൂടെ അവൾ കല്ലുമ്മലൊക്കെ പോയി ഇടിച്ചിട്ട് അവളുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് പോകും. അതവൾ ശ്രദ്ധിക്കുന്നില്ല. അവൾ എങ്ങനെയൊക്കെ ആ കയറെല്ലാം മൂർച്ചിട്ട് എന്താ പറയുക ഒരു മരത്തിൻ്റെ മേലെ പറ്റി പിടിച്ചിട്ട് നിൽക്കും.
അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോനെ കാണിക്കും. നമ്മുടെ ഹീറോ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയുടെ ബോധം പോയിട്ടുണ്ട്. അപ്പോൾ ഹീറോ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ പാരച്യൂട്ട് ഒരു മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കുറേ നേരമായിട്ട് നമ്മുടെ ഹീറോ എന്താ പറയുക ബോധമില്ലാണ്ട് എടുക്കുന്നത്. ഇപ്പോഴാണ് അവൻ എണീച്ചത്. അപ്പോൾ അവൻ മേലോട്ട് നോക്കുമ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. അതായത് മേലെ എന്താ പറയുക ഒരു സോംബി പോലത്തെ സാധനം അവൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പോഴേക്കും അവൻ്റെ കയ്യിലൊരു പിസ്റ്റം പോലത്തെ ഒരു സംഭവം. ആ പിസ്റ്റം വെച്ചിട്ട് അവൻ അതിനെ അടിച്ചിടുന്നു. അങ്ങനെ അവൻ താഴത്തോട്ട് വീഴും. താഴത്തോട്ട് വീഴുമ്പോൾ എന്താ പറയുക ഒരു വേര് പോലത്തെ സംഭവത്തോട്ട് അവൻ വീഴുക. അപ്പോഴേക്കും അവൻ നീക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവന് നീക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ എന്താ ആ വേരുകളും എന്താ പറയുക എന്തോ ഒരു പ്രത്യേക തരത്തെ വേരുകളാണ്. ആ വേരുകൾ അവൻ്റെ മേത്ത് ചുറ്റിപ്പറ്റാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഈ വെടി വയ്ക്കുന്ന ഒച്ചയുണ്ടല്ലോ, ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് അവൻ്റെ അടുത്തോട്ട് വരും. വന്നിട്ട് എന്താ പറയുക അവളും അവളുടെ കയ്യിലുള്ള പിസ്റ്റം വെച്ചിട്ട് ഇതിനെ അടിച്ചിടും. അങ്ങനെ എങ്ങനെയൊക്കെ ഇവർ രണ്ടാം കൊണ്ട് പിടിച്ചിടും. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, നീ എന്താ ഇവിടെ വന്ന്, നീ എങ്ങനെ ഇവിടെ വന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നീ വീഴുന്നത് കണ്ടിട്ട് ഞാനും എടുത്ത് ചാടി, നീയാണേലും അതന്നെയല്ലേ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ അവരിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ പറയുക ഒരുപാട് മൃഗങ്ങളുടെ ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ ആ റോപ്പ് ഗണ്ണ് കൊണ്ടുവരാൻ മറന്നില്ലല്ലോ ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ കൊടുത്തിട്ടുണ്ട് പറയും. പക്ഷേ സത്യത്തിൽ ഈ റോപ്പ് ഗണ്ണാണ് സത്യം പറഞ്ഞാൽ ആ ഡിവൈസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ഈ റോപ്പ് ഗണ്ണായിരുന്നു. അത് ഇവൾക്ക് അറിയത്തില്ല. അങ്ങനെ അവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ആകെ പുകയാണ്. ആ പുകയുടെ ഇടയിൽ നിന്ന് ഒരു കുതിരയെന്ന് ഒരാളിരുന്ന് വരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുതിരയും ഒരു എന്താ പറയുക സോംബി പോലത്തെ ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ മേലെയും ഒരു സോംബി പോലത്തെ ഒരു മനുഷ്യനും ഇരിക്കുന്നുണ്ട്. അയാൾ വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ ഹീറോനെ എന്താ പറയുക വലിച്ചെടുത്ത് കൊണ്ടുപോകും. അതിനുശേഷം നമ്മുടെ ഹീറോയിനും പിന്നാലെ എന്താ പറയുക ഇതേപോലെ തന്നെ ഒരു കുതിരയമ എന്താ പറയുക ഇതായിട്ടുള്ളത് ആൾ വരുന്നുണ്ട്. ഇവരെ കയ്യിൽ ഗണ്ണുള്ളത് കൊണ്ട് തന്നെ ഇവരെങ്ങനെയൊക്കെ ഇതിനെ അടിച്ചിട്ടിട്ട് എന്താ പറയുക രക്ഷപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെ അടിച്ചിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ഇതെന്താണ് എന്താവും ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ഹീറോ ചോദിക്കും, ഇനി നിൻ്റെ കയ്യിലുള്ള റോപ്പ് ഗൺ എടുക്കുക പറയും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത് അവളുടെ കയ്യിലുള്ള റോപ്പ് ഗണ്ണ് മിസ്സായി എന്നുള്ളത്. അങ്ങനെ ഹീറോയിൻ പറയും, എൻ്റെ കയ്യിലുള്ള റോപ്പ് ഗണ്ണ് മിസ്സായി, ഞാൻ ആ വെള്ളത്തിൽ വീണു, അവിടെ ആയിരിക്കും മിസ്സായിരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഈ സംഭവമില്ല ആ സോംബി പോലത്തെ മനുഷ്യന്മാരും അവരവിടെ അടി എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു യൂണിഫോമിൻ്റെ ഇത് കിട്ടും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1947 എന്താ പറയുക സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ആ പട്ടാളക്കാരെ കൊടുക്കുന്നില്ലേ, അവരുടെ ആ യൂണിഫോമാണ്. ഇനി അവരായിരിക്കുമോ ഈ സോംബി, നമുക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല, നമുക്ക് സംശയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഹീറോ ഇതെല്ലാം സംശയിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇവരെങ്ങനെയും ഇവിടുന്ന് പുറത്ത് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കും. അങ്ങനെ ഈ കാട്ടിൽ നിന്നൊരു പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മൊത്തം നീല കളറാണ്. അപ്പോൾ ഈ നീല കളറ് മാത്രമല്ല ഇവിടെ ആകെ ആൾക്കാരെ തലയൂട്ടി കൈകൾ അങ്ങനെ ഓരോന്നൊക്കെ ഈ മരത്തിന്മാരെ കുത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കുറെണ്ണങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ സിറ്റികളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക രാജ്യത്തിൻ്റെ ഫ്ലാഗുകളൊക്കെ എന്താ പറയുക ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് ഒരുപാട് മൃഗങ്ങളുടെ ഒച്ച കേൾക്കുന്നു. മൃഗങ്ങൾ വെച്ചാൽ ആ സോംബി പോലത്തെ സാധനത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ ഒരെണ്ണമല്ല ഒരുപാടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്യുക ഇവിടുന്ന് എങ്ങനെയും എസ്കേപ്പ് അടിയാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഇവർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചർച്ച ആരോ ഉള്ളിൽ നിന്ന് പൂട്ടിയ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കുറച്ച് മുന്നോട്ട് ഇങ്ങനെ ചർച്ചിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് പേര് ചേറിലൊക്കെ വീണിട്ട് ഇങ്ങനെ മരിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഒരു വാച്ച് പോലത്തെ എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് എന്താ പറയുക ഹീറോ മണത്ത് നോക്കും. അപ്പോൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സൈനൈഡിൻ്റെ മണമാണ്. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവും ഇവരെല്ലാം കൂടി സൈനൈഡ് മരിച്ചിട്ട് സൂസൈഡ് ആയിട്ടുള്ളതാണ്. അതായത് ഇവർക്ക് ഈ ആ മൃഗം പോലത്തെ സാധനമല്ലോ അതിനെ പേടിച്ചിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഹീറോയിനും വിചാരിച്ചിട്ടുള്ളത്. ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ ഗണ്ണും എടുത്തിട്ട് ഇങ്ങനെ ആ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഉണ്ട് കുറേ എട്ടുകാലികൾ വരുന്നത്. ഇവർക്കാണെങ്കിൽ പ്രത്യേകതയുണ്ട്. ഇവരുടെ തലയാണെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരെ തലകൂട്ടി. അപ്പോൾ ഇവരാണ് കുറെണ്ണം വരുന്നുണ്ട്. ഒന്നും രണ്ടെന്നല്ല ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇവരെയുള്ള ഗണ്ണും വെച്ചിട്ട് എന്താ പറയുക നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. ഇവരെ ഒരു ടൈമിൽ എന്താ പറയുക നമ്മുടെ ഹീറോയിൻ്റെ ഗണ്ണ് എൻ്റെ ഇത് കഴിയും അതായത് പറയാം അതിൻ്റെ ബുള്ളറ്റെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അതിനെ വലിച്ച് പൊക്കി രക്ഷിക്കുന്ന ഒരു സീനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാടെണ്ണത്തിനെ ഇവർ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ ഇതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്ത് നമ്മുടെ മനുഷ്യ സോംബികളില്ലേ അവരും വന്നിക്കണം. അപ്പോൾ അതിനോട് അവർ ഫൈറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ അടിച്ചിട്ട് ഇവർ പുറത്തോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. ആ ഓടുന്ന വഴിക്കാണ് ഹീറോയിനൊരു മിസൈൽ ഇട്ടിട്ട് അവിടെ എല്ലാം പൊട്ടി തെറിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അടുത്തൊരു എന്താ പറയുക ഇവിടെ എന്താണെന്നോ അറിയത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നുണ്ട് ഓരോ മരത്തിൻ്റെ വേരുകൾ കാണുന്നുണ്ട്. ഒരു സോംബി പോലത്തെ വേരുകളാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരൊരു റൂമിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും അറിയത്തില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യങ്ങളൊന്നും. ലാബ് പോലത്തെ ഒരു സംഭവമായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അതിനുശേഷം ഇവർ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെയും ഒരുപാട് പേര് മരിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഓരോ ചെടി പോലത്തെ സാധനമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ശവം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു CD ഉണ്ട്. അതായത്
ഒരു ടാപ്പർ സി ഡി പോലത്തെ ഒരു സി ഡി ഇരിക്കുന്നുണ്ട്. അതും എന്തോ ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, കർത്താവ് ഞങ്ങളോട് പൊറുക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ജനറേറ്റർ ഉണ്ട്. അത് നമ്മുടെ ഹീറോ ഓണാക്കും. ഹീറോ ഓണാക്കുമ്പോൾ അവിടെ എല്ലാം പവർ സപ്ലൈ വരും. അതിനുശേഷം അവിടെയുള്ളൊരു പ്രൊജക്ടർ ഓണാകുമ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള ഒരു സി ഡി ഇല്ലേ, ഇടുമ്പോഴാണ് ഒരു ലേഡി വന്നിട്ട് പറയുക, വർഷം 1946 ജൂലൈ 12, അതായത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈം. അതിനിടയിൽ അമേരിക്കയും റഷ്യയും കൂടിയിട്ട് ഒരു കരാറിൽ സൈൻ ഇട്ടു. അതായത് അവരെ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഒരു സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാം, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സൈന്യത്തെ. സാധാരണ മനുഷ്യന്മാരുടെ സൈന്യമല്ല, കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ സൈന്യം പോലെ ഒരു സൈന്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കണ്ടുപിടുത്തം തന്നെ നടന്നു. അങ്ങനെ അവസാനം ഞങ്ങളൊരു മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷം ആ മരുന്ന് ഞങ്ങൾ ഇവിടുന്ന് അയക്കണ നേരത്താണ് ഇവിടെ ഒരു ഭൂമികുലുക്കം പോലെ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളിലുണ്ടായിരുന്ന ആ സാമ്പിൾസ് എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു. അതെല്ലാം ഇവിടുത്തെ മരത്തുമ്മലെല്ലാം പറ്റിയിട്ട് ഒരു പ്രത്യേകതരം റിയാക്ഷൻ ഉണ്ടായി. അതായത് മനുഷ്യന്മാരുടെ DNA ഒക്കെ കൂടി മിക്സായി ഒരു പ്രത്യേകതര പുതിയ റിയാക്ഷനാണ് സംഭവിച്ചത് എന്ന് പറയും. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കിയത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലാവും എന്ന് പറഞ്ഞിട്ട് ആ സയൻറ്റിസ്റ്റ് എന്താ പറയുക, അവരുടെ ആ ഡ്രസ്സ് കുറച്ച് പൊക്കി കാണിക്കും. അപ്പോൾ എന്താ പറയുക, ഇവരും സോംബിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ റിയാക്ഷൻ മനുഷ്യന്മാർക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളൂ, ഇവിടെയുള്ള മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ സസ്യങ്ങളും മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം നമ്മുടെ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്തിട്ട് അവരെ ഒരു മൃഗം പോലെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സസ്യങ്ങളും സംബന്ധിച്ച്. അതാണ് ആ DNA മിക്സ് ആയതുകൊണ്ടാണ് അവരുടെയൊക്കെ മൃഗങ്ങളുടെയൊക്കെ മുഖം മനുഷ്യന്മാരുടെ പോലെയൊക്കെ തലയോട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ ഈ വൈറസിനെ പുറത്ത് വിടാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്താ പറയുക, അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല. അതായത് ഇവരുടെ വല്ല എന്തെങ്കിലും മാന്തലോ വല്ല കടിച്ചലോ അങ്ങനെ എന്തെങ്കിലും മുറിവുകളുണ്ടായാൽ മാത്രമേ ഇത് അടുത്ത 7 ദിവസത്തിന് ശേഷം അവരും ഇതുപോലത്തെ സോംബികളാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ കട്ട് അവിടെ കട്ടാവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയും പറയും, അല്ല ആ സയൻറ്റിസ്റ്റ് പറഞ്ഞത് 1946 തന്നെ ഇതെല്ലാം ഇവിടെ വെച്ച് നശിപ്പിക്കുമെന്നല്ല, പിന്നെന്താ ഇപ്പോഴും ഇതിവിടെയെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അതിനുള്ള ഉത്തരം എന്താ, ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും, അല്ല ഇതെന്താ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, 1946 കമ്പ്യൂട്ടറുകളില്ല, പിന്നെ ഇങ്ങനെ കമ്പ്യൂട്ടറുകൾ വന്നു. അതിനർത്ഥം ഇവരിപ്പോഴും ഇതിനുള്ള പരീക്ഷണവും കാര്യങ്ങളും നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലും എന്താ പറയുക, ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ പറയുക, ആ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം കാണുന്നത്. അതിനുള്ളിൽ ഇപ്പോഴും ഇപ്പോഴത്തെ കുറച്ച് ഫയലുകൾ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും ഇവർ ഈ എന്താ പറയുക, മറ്റേ സാധനമില്ലേ, മറ്റേ സൂപ്പർ പവർഫുള്ളായിട്ടുള്ള ആ ഹ്യൂമൻസിനെ ഉണ്ടാക്കുന്ന സംഭവം, ആ പരീക്ഷണം ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഹീറോ വേറൊരു സംഭവം കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമില്ലേ, ഈ സ്ഥലത്തൊരു ബോംബ് വെച്ചിട്ടുണ്ട്. ആ ബോംബ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഏകദേശം 4.2 കിലോമീറ്റർ ദൂരം മുകളിൽ പൊട്ടിത്തെറിക്കും. അതുമാത്രമല്ല അവർ നിൽക്കുന്ന ആ ടവറില്ലേ, ആ ടവർ ഇന്നൊന്നും ഉണ്ടാക്കിയൊന്നുമല്ല, കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ്. ആ ടവറും ഈ ബോംബ് വെച്ച് കണക്ഷനാണ്. അതായത് ആ ടവറിന് എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ രണ്ടാളും അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വർഷം ഓരോരുത്തർ വന്നിട്ട് കാവൽ നിർത്തുന്നതും അതിനുശേഷം അവരുടെ ആ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് കൊല്ലും ചെയ്യുന്നത്. പക്ഷേ ഇവരെ കൊല്ലുന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴും രണ്ടുപേർക്കും അറിയത്തില്ല. അങ്ങനെ ഇവർക്കിനി എന്തായാലും പുറത്തിറങ്ങണമല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, എൻ്റെ ബാഗ് കളഞ്ഞു പോയില്ലേ, അതവിടെ ഇരിക്കുന്നുണ്ട്, അതിൽ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതെങ്ങനെയെല്ലാം പോയി എടുക്കണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി നമുക്ക് എന്തായാലും പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവർ എന്താ പറയുക, പക്ഷേ വളരെ ശ്രദ്ധിച്ച് വേണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുറത്തോട്ട് പോകുന്നുണ്ട്. പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇവരെല്ലാവരും വളരെ ക്ലെവറായിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ അവരെല്ലാവരും അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് അവരെ കാണുന്നില്ല, പക്ഷെ അവർക്ക് ഇവരെ കാണുന്നുണ്ട്. ഇവിടെ ആകെ പുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നമുക്ക് ഇതേ തന്നെ അവർക്കും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുള്ള ഒരു സ്മോക്ക് ബോംബില്ല, അതെടുത്ത് എറിഞ്ഞു. എന്നിട്ട് അവിടെ ആകെ പുകയേക്കും. ഇപ്പോൾ എന്താ പറയുക, അവർക്ക് ഇവരെയും കാണുന്നില്ല, ഇവർക്ക് അവരും ചെറുതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവരെങ്ങനെയൊക്കെ പോയി നോക്കുമ്പോൾ ആ ബാഗ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആവൂ എന്ന് പറഞ്ഞിട്ട് അവരെന്താ പറയുക, ആ ബാഗിൽ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് പിടിക്കും വേണ്ടി അതിലാരോ കയറ് കെട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ ഹീറോയിനെ വലിച്ചങ്ങ് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് എന്താ പറയുക, ഹീറോയിൻ്റെ മേത്തോട്ട് ഒരു കുറ്റി പോലത്തെ സംഭവമില്ല, മരത്തിൻ്റെ കുറ്റി, അതെല്ലാം അടിച്ച് കയറും. അതിനുശേഷം ഹീറോയിൻ്റെ തല പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഇടിക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ്റെ ബോധം പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിനെ തീരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, കാരണം ഇത്ര നേരം അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ ശബ്ദവും കേൾക്കാനില്ല. അങ്ങനെ ഹീറോയ്ക്ക് ഇവളെ കണ്ടുപിടിക്കാൻ പറ്റാണ്ട് എന്താ പറയുക, കുറച്ച് ദൂരം നടന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ എന്താ പറയുക, ഈ വെള്ളമൊക്കെ ലാസ്റ്റ് വന്ന് വീഴുന്ന ഒരു സ്ഥലമുണ്ട്.
അവിടെ എന്തായാലും അവളുണ്ടായിരിക്കും എന്നിട്ട് ഹീറോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ ആ മറ്റേ ആളില്ലേ, ആ സോംബി പോലത്തെ സാധനം അതിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ മേത്ത് തറച്ച ആ കമ്പ് വലിച്ച് ഊരെടുക്കും. ഈ ഊരെടുക്കുന്ന നേരത്ത് അവൾ ഞെട്ടി എണീക്കും. എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുവാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയും. അപ്പോൾ ഈ സാധനം വെച്ചെങ്കിൽ സോംബി പോലത്തെ സാധനമാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവളൊരു ഒറ്റ ചവിട്ടം കൊടുക്കും. ചവിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. ഇവൾ നല്ലപോലെ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷത്തിൽ ഈ രാക്ഷസ പോലത്തെ സാധനം ഒരു വാളായിട്ട് എന്താ പറയുക ഇവളെ വീശാൻ നോക്കുന്നുണ്ട്. അവളെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് അവളെ എടുത്തിരിക്കുന്ന ഒരു കമ്പിൽ തീ എടുത്തിട്ട് ഇതിൻ്റെ മേത്ത് വെക്കും. ഇതിൻ്റെ മേത്ത് വെച്ചിട്ട് ഇവളെ അടിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോ വരും. ഓക്കെ, നമ്മുടെ ഹീറോ വന്നിട്ട് പിസ്റ്റണായിട്ട് അവളെ അടിച്ചിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തു. എന്നിട്ട് നമ്മുടെ ഹീറോ എന്താ പറയുക ആ മരിച്ച ആ സംഭവമില്ലേ, ആ സോംബിയുടെ ഡ്രസ്സുമ്പോൾ നോക്കുമ്പോഴുണ്ട് അതുമ്പോൾ ഡേവിഡ് എഴുതിയിരിക്കുന്നു. അതായത് നമ്മൾ ആദ്യം ആ ലൈബ്രറിയിൽ നിന്ന് കണ്ടില്ല ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് അത് മുന്നേ വന്ന ആ സൈനികൻ, അതതിൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലാവും ഇവിടെ വരുന്ന ആരെയും വഴി ജീവനോടെ വിടുന്നില്ല, ഈ രഹസ്യങ്ങളൊന്നും പുറത്തു വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതുവരെ തന്നെയാണ് ഇവരെല്ലാം കൊല്ലുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിനും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവർ കട്ടായി അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് അവിടുത്തെ സോംബികളുള്ളത്. അതായത് അവിടുത്തെ മനുഷ്യരുണ്ട്, അത് സയൻറ്റിസ്റ്റുകളാവാം, അല്ലെങ്കിൽ സൈനികരാവാം, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യന്മാരാവാം. ഇവരെല്ലാവരും ഒരു മഞ്ഞ സംഭവത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു പ്രത്യേകതര വേരിൻ്റെ ഉള്ളിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും അവർ തൊടാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. പക്ഷേ അബദ്ധത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരു വേരുമ പോയി ചവിട്ടുമ്പോൾ ഈ വേര് സോംബീസിലെ ഇവരെല്ലാവരും വന്നിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇവരെങ്ങനെയൊക്കെ അവരെ കയ്യിലുള്ള വാളില്ല, ഡേവിഡിൻ്റെ കയ്യിൽ നിർത്ത വാൾ അതായിട്ട് വീശിയിട്ട് അവരെങ്ങനെയൊക്കെ ഓടിയിട്ട് ഇവർ താഴത്തോട്ടൊക്കെ വീണിട്ടും എന്താ പറയുക നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലൊരു ബോംബുണ്ട്. ആ ബോംബ് എടുത്തിട്ട് ഇതിലോട്ടിടും. എന്നിട്ട് ഇവിടെ എല്ലാം നമ്മൾ ഈ വേര് മനുഷ്യന്മാരെല്ലാവരും കത്തിച്ച് ചാമ്പലാക്കും. എന്നിട്ട് ഇവർ ഓടി വേറൊരു ഷെഡിൻ്റെ അവിടോട്ട് എത്തിയിട്ട് നോക്കുമ്പോൾ മൊത്തം കത്തി ചാമ്പലായിരിക്കുന്നു. അപ്പോൾ ഇവരിപ്പോൾ വേറൊരു ഷെഡിലാട്ടോ എത്തിയിട്ടുള്ളത്. അങ്ങനെ അവിടെ വേറൊരു ഷെഡുണ്ട്, അത് പോയി തുറക്കുമ്പോൾ അതിൽ മൊത്തം പഴയ വണ്ടികൾ. ഇവിടെയാണ് ഹീറോയ്ക്ക് സന്തോഷമാവുക. കാരണം ആ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു റോപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി ഒരു പ്രത്യേകതര വണ്ടിയാണ്. അതായത് വലിയ കയറ്റമൊക്കെ കയറുന്ന തരത്തിൽ വണ്ടിയാണ്. അപ്പോൾ ഈ കുന്ന് കയറാനും സുഖമായിട്ട് പറ്റുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആദ്യം വീണപ്പോൾ ഒരു റോപ്പ് ഉണ്ടായിരുന്നല്ലോ, കട്ടായി വീണ റോപ്പ്, അത് തേടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഹീറോയിനാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ ഹീറോ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ റോപ്പിൻ്റെ സ്ഥലം കണ്ടെത്തി ആ റോപ്പ് എന്താ പറയുക ഇതിനായിട്ട് കണക്ട് ചെയ്യും, ആ വണ്ടിയുമത്തെ റോപ്പിനായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ തന്നെ ഒരു 1-2 സോംബീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ ഹീറോ ഗണ്ണെല്ലാം വെച്ചിട്ട് ഇവരെല്ലാം അടിച്ചിടുന്നുണ്ട്. അതിനുശേഷം ഈ വണ്ടി വെച്ചിട്ട് ഇത് കയറും. ഓക്കെ, അങ്ങനത്തെ വണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ മുന്നേ. ആ വണ്ടി വെച്ച് കയറുമ്പോൾ ഒരു പകുതിയോളം കയറുമ്പോഴാണ് ഒരു സംഭവം സംഭവിക്കുന്നത്. അതായത് ആ റോപ്പ് പിടിച്ചിട്ട് ഈ സോംബി മനുഷ്യന്മാരില്ലേ അവർ കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് മാക്സിമം ഇവരെല്ലാവരും അടിച്ചിടുന്നുണ്ട്. പിന്നെ ആ വണ്ടിയിൽ തന്നെ ഒരുപാട് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇവർ ഫൈറ്റ് ചെയ്ത് അതിനൊക്കെ താഴത്തോട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് ഉണ്ടല്ലോ അതങ്ങ് തുറന്നു വിട്ടിട്ട് ഇവരുടെ കയ്യിലുള്ള ഫ്ലയറിൻ്റെ സാധനം എടുത്തിട്ട് അതിൽ തീ വെച്ചിട്ട് അതിൻ്റെ മേലേക്കിടും. അങ്ങനെ ആ വണ്ടിയും തീ പിടിച്ച് ആകെ അവിടെ സോംബികളൊക്കെ തീ പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ആ കയറങ്ങ് കട്ട് ചെയ്തിട്ട് ഇവർ എങ്ങനെയൊക്കെ മേലോട്ട് കയറി വരും. അങ്ങനെ ആ സീനൊക്കെ അവിടെ കട്ടായി. ഇവർക്ക് ഇനി എന്തായാലും നമ്മുടെ ഹീറോയ്ക്ക് തിരിച്ച് അവൻ്റെ ആ ടവറിലോട്ട് തന്നെ പോകണം. കാരണം ആ റേഡിയോയിൽ ഇവന് സംസാരിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലും ആ ഫ്ലെയർ പോലത്തെ ഗണ്ണുണ്ട്, അതുകൊണ്ട് ആ റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിട്ട് നമ്മുടെ ഹീറോ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് നമ്മുടെ ഹീറോ എന്ത് ചെയ്യും, ആ റേഡിയോയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മറ്റേ ആദ്യം വന്ന ആ പെണ്ണില്ലേ, ആ ഉദ്യോഗസ്ഥ പോലത്തെ ഒഫീഷ്യൽ, അതാണ് സംസാരിക്കുന്നതിനോട് എല്ലാ ലെവി എങ്ങനെയുണ്ട്, വർക്കൊക്കെ പോകുന്നു, നിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, നീ ആ കുഴിയിലോട്ടൊട്ട പോയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഇല്ല ഞാൻ പോയില്ല എന്ന് പറയും. അപ്പോൾ ഇത് പറയും ആ പെണ്ണ് പറയും ചിലപ്പോൾ അപ്പുറത്തെ ആ ടവറിലെ പെണ്ണായിരിക്കും, അവളെയും ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. കാരണം അടിയിലുള്ള ആ കമ്പ്യൂട്ടറൊക്കെ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയും. കാരണം ഞങ്ങൾക്കിവിടെ അതിനുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ എന്താ പറയുക റഷ്യക്കാർ നമ്മൾ അമേരിക്കക്കാരിലെ കാര്യങ്ങളെല്ലാം ചോർത്താൻ വേണ്ടിയിട്ടായിരിക്കും, അതുകൊണ്ട് ആ പെണ്ണിനെ അങ്ങ് കൊന്നേക്കെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും ആ ശരി ഓക്കെ എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഹീറോ കള്ളാണ് പറയുന്നത്, അതായത് അടിയിലോട്ട് പോയിട്ടില്ല എന്ന് പറയും. ഇവിടെയാണ് ഒരു ഗംഭീര ട്വിസ്റ്റ്. അതായത് ആ പെണ്ണ് ശരിക്കും ആ സ്ത്രീയിലെ അവർക്കറിയാം ഇവരിവിടെ വന്നിട്ടുണ്ടെന്ന്. കാരണം അതിനുള്ളിൽ ആ CCTVത്തെ വിഷ്വൽസ് എല്ലാം ഈ പെണ്ണിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഇവരിതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലെവി കള്ളം പറയാന്നുള്ള കാര്യമൊക്കെ ഈ പെണ്ണിനെ അറിയാം. അങ്ങനെ ഈ സ്ത്രീയാണെങ്കിൽ നമ്മുടെ ഹീറോനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പെണ്ണും വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്.
പിന്നീട് നമ്മൾ പിറ്റേ ദിവസം കാണിക്കുമ്പോൾ നമ്മളെ ഹീറോയിനും ഇങ്ങനെ അവരുടെ കയ്യിലുള്ള ഗണ്ണും അതുപോലെ തന്നെ ബാഗും എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നോക്കിയിട്ട് ഒരു ബൈനോക്കുലറോട് നോക്കുമ്പോൾ ഉണ്ട് ഹെലികോപ്റ്ററുണ്ട്, ആ പെണ്ണും വരെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഹീറോയിനോട് ഓടാൻ വേണ്ടി പറയും. അങ്ങനെ ഇവരെ കയ്യിലെല്ലാം ഒരു കിലോമീറ്റർ കണക്കാക്കുന്ന ഒരു വാച്ചിട്ട് അതിട്ട് അവരിങ്ങനെ ഓടുകയാണ്. അങ്ങനെ നമ്മുടെ ആ ലേഡി അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ലേഡി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ലെവിനൊന്നും കാണാനില്ല. അങ്ങനെ ഓപ്പോസിറ്റുള്ള ആ ടവറിൽ നോക്കുമ്പോൾ ആ പെണ്ണിനോട് കാണാനില്ല. അപ്പോൾ ഇവരെന്തോ ഒരു പ്ലാനറ്റ് ഉണ്ടെന്നുള്ളത് ഈ ലേഡിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു ഡ്രോൺ പുറപ്പെടും. അതായത് ഈ ലേഡി ഒരു ഡ്രോൺ പുറപ്പെടും. ഇതിലൊരു മെഷീൻ ഗണ്ണെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ഈ ഡ്രോൺ പോകുമ്പോൾ ഇവരിങ്ങനെ ഓടുന്നുണ്ട് ആ കിലോമീറ്റർ വാച്ച് നോക്കിയിട്ട്. അങ്ങനെ നമ്മുടെ ഹീറോനെ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഡ്രോൺ. അങ്ങനെ ഈ മെഷീൻ ഗൺ വെച്ചിട്ട് ഹീറോനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോ എങ്ങനെയൊക്കെ ഇതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവൻ്റെ ഗണ്ണ് വെച്ചിട്ട് തിരിച്ചടിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ പിന്നാലെയും ഇതുപോലെ 2 ഡ്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഹീറോയിൻ്റെ പിന്നാലെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അങ്ങോട്ട് അടിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗണ്ണും വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ നമ്മുടെ ഹീറോയിനും ആ 2 ഡ്രോണും അടിച്ചിടും. അതുപോലെ തന്നെ ഹീറോയും ഒന്ന് അടിച്ചിടും. ഹീറോയും 2 അടിച്ചിടും. അങ്ങനെ ഇവരെല്ലാവരും ഒരു ഡിസ്റ്റൻസിലെത്തി എന്ന് കാണുമ്പോൾ ഇവരുടെ സ്നൈപ്പർ ലോഡ് ചെയ്തിട്ട് സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ സ്കോപ്പ് ചെയ്യുന്നത് മറ്റേ അടിക്കല്ല, അവർ ആ ടവറുകൾക്ക് തന്നെയാണ്. കാരണം ഈ ടവറുകളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ അവസാനം ആ ബോംബുകൾ വന്ന് പൊട്ടി അവസാനം ആ വലിയ ബോംബിലോട്ട് എത്തുമെന്നുള്ളത് ഇവർ നേരത്തെ തന്നെ അടിയെന്ന് അറിഞ്ഞല്ലോ. അങ്ങനെ അവർ ആ ടവറിലോട്ട് പൊട്ടിക്കുമ്പോൾ ഓരോരോ ബോംബുകളായിട്ട് പൊട്ടുന്നത് കാണുമ്പോൾ തന്നെ ഈ ലേഡിക്ക് മനസ്സിലാവും പണി പാളി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ലേഡി പറയും, നമുക്കിപ്പോൾ നിമിഷങ്ങൾ മാത്രമുള്ള എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തു വന്നിട്ടുള്ള ആർമീസിനെ വിളിച്ചിട്ട് ഇവർ വർക്കാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ 4.2 കിലോമീറ്റർ ഉണ്ടല്ലോ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടുകയാണ് ചെയ്യുന്നത്, അത് കടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലേഡിയും ഇവരെല്ലാം കൂടിയിട്ട് ഹെലികോപ്റ്ററിൽ പറക്കുകയാണ്. വളരെ താഴ്ന്നാണ് പറക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം സത്യം പറഞ്ഞാൽ പൊട്ടിച്ചാമ്പലായി കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പൊട്ടിച്ചാമ്പലുണ്ട്. അപ്പോൾ ഈ ലേഡി പറയുന്നുണ്ട് കുറച്ചും കൂടി മേലോട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ പൊട്ടിത്തെറിച്ചതിൻ്റെ സാധനങ്ങളൊക്കെ വന്ന് അടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹെലികോപ്റ്ററിന് നല്ല രീതിയിൽ കേടുപാട് പറ്റിക്കൊണ്ട് തന്നെ അത് ഹെലികോപ്റ്റർ ആകെ ഡൗൺ ആയിട്ട് അടിയിലോട്ട് പോയി പൊട്ടിത്തെറിച്ച് ആ ലേഡിയും അതിൻ്റെ ഒപ്പം വന്ന ആ ആൾക്കാരും അവിടെ വെച്ച് തന്നെ അപ്പം തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇവർക്ക് തമ്മിൽ കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. കാരണം ഇവർ മലയുടെ രണ്ട് സൈഡിലാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഇത് പറയുന്നുണ്ട്. അതായത് നമുക്ക് യൂറോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. അപ്പോൾ ഹീറോയിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിവിടുന്ന് 7 ദിവസം ചെക്ക് ചെയ്തിട്ട് നമ്മൾ സോംബി ഒന്നും ആയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. നീ അഥവാ എന്നെ സോംബി ആയിട്ടിട്ട് കാണുന്നെങ്കിൽ നീ എന്നെ അവിടെ വെച്ച് എന്നെ കൊന്നേക്ക് എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനോട്. പിന്നെ ഹീറോ ഒരു കാര്യം പറഞ്ഞു, നീ എന്താ പറയുക, ഞാനിവിടെ ഒരു ആർമി ഓഫീസറിനെ കൊന്നിട്ട് മേലോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയുടെ മേലോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഹീറോനെ കാണാനില്ല. അങ്ങനെ ഹീറോയിൻ വിചാരിക്കും അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ വളരെ സങ്കടകരമായിട്ട് ഫ്രാൻസിലോട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാണ്. യൂറോപ്പിലല്ല, ഫ്രാൻസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാണ്. അതായത് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടും ചെയ്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അവിടുത്തെ ടേബിളിൽ നമ്മുടെ ലെവി ഇരിക്കുന്നു, നമ്മുടെ ഹീറോ ഇരിക്കുന്നത്. നിന്നെ കണ്ടുമുട്ടാൻ വൈകിയതിൽ ക്ഷമിക്കുക എന്നിട്ട് ഒരു ബോർഡ് മെസ്സേജ് ഇരിക്കുന്നത്. ശരി, കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഒരു കിസ്സൊക്കെ അടിച്ച് ഈ മൂവി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു, ഒരു കിട്ടില്ല മൂവിയിൽ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി മൂവീസ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ. നമുക്ക് അടുത്ത മൂവി കാണാം. ബൈ.